നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. മുണ്ടൂർ സെന്ററിൽ മിനി ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാർ മതിലിടിച്ച് വയോധികയ്ക്കും ദാരുണാന്ത്യം. നാട്ടികയിൽ ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIയിൽ പൊട്ടിത്തെറി. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റെന്ന് സിറ്റിംഗ് MLA CC മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. മുകുന്ദന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെല്ലുവിളിയാകില്ലെന്ന് ഗീതാ ഗോപി. CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPI നേതൃത്വം. ചേലക്കരയിൽ ക്വാറിയിൽ കരിങ്കൽ പൊട്ടിക്കുന്ന സ്ഫോടനത്തിൽ വീട് തകർന്നതായി പരാതി. വെങ്ങാനല്ലൂർ സ്വദേശിനി പത്മാവതിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ദേശീയപാതയിലെ ചിറങ്ങര മുരിങ്ങൂർ അടിപ്പാതകളുടെ നിർമ്മാണം ഈ മാസം 31-നകം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ കർശന നിർദ്ദേശം. ഏപ്രിൽ 2ാം വാരത്തിൽ പൂർത്തിയാക്കാമെന്ന പ്രോജക്ട് ഡയറക്ടറുടെ ഉറപ്പ് ജില്ലാ കളക്ടർ തള്ളി. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ മുണ്ടൂർ സെന്ററിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മലപ്പുറം ചെറുകര കുമ്പളക്കുഴി വീട്ടിൽ മുഹമ്മദ് അഫ്സലിന്റെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. പേരാമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ട് പടിവീട്ടിൽ 84 വയസ്സുള്ള അമ്മിണിയാണ് മരിച്ചത്. കുട്ടഞ്ചേരി അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ മതിലിടിക്കുകയായിരുന്നു. അമ്മിണിയുടെ മകൻ ബാബുവാണ് കാർ ഓടിച്ചിരുന്നത്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അമ്മിണിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാബുവിനും പരിക്കേറ്റു. ദേശീയപാത നാട്ടികയിൽ ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വലപ്പാട് സ്വദേശി 64 വയസ്സുള്ള പറശ്ശേരി മോഹനനാണ് മരിച്ചത്. ഭാര്യ രമയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം. ആക്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മോഹനന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഞായറാഴ്ച പുലർച്ചെ നാട്ടികയിൽ പിക്കപ്പ് വാനിടിച്ച് ബൈക്ക് യാത്രികനായ കയ്പമംഗലം സ്വദേശി മരിച്ചിരുന്നു. പറപ്പൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരിയെ ഇടിച്ച ശേഷം വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പറപ്പൂർ പെട്രോൾ പമ്പിന് മുൻവശം വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ കാൽനട യാത്രക്കാരി പറപ്പൂർ സ്വദേശി കാട്ടൂക്കാരൻ വീട്ടിൽ രാജൻ ഭാര്യ ബിന്ദു, കാർ ഡ്രൈവർ പോന്നോർ സ്വദേശി കണ്ണനായ്ക്കൽ വീട്ടിൽ മേജോ ഭാര്യ ജോസ്ഫിന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ കല്ലൂർ അപകട വളവിൽ വീണ്ടും അപകടം. അപകടങ്ങൾ പതിവായ ഭാഗത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. കല്ലൂർ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈദ്യുത പോസ്റ്റ് മീറ്ററുകളോളം ഇടിച്ചു തെറിപ്പിച്ച ലോറി വീട്ടുമതിലിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികളും സർവീസ് വയറുകളും പൊട്ടിയിരുന്നു. കൊപ്ര കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുതുശ്ശേരി ജോസിന്റെ വീടിന് മുൻപിലെ അലങ്കാരമതിലും റിമോട്ട് ഗേറ്റുകളുമാണ് തകർന്നത്. 4 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. മരണവളവായി മാറിയ ഇവിടെ ഇതിനോടകം നിരവധി അപകടങ്ങളാണ് നടന്നത്. ഒരാൾ മരിക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമീപത്തെ വീട്ടുമതിലുകൾ പലതവണയാണ് അപകടങ്ങളെ തുടർന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നത്. ആമ്പല്ലൂർ കള്ളായി റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വളവിലെ കർവ് ശാസ്ത്രീയമല്ല. മഴ പെയ്താൽ റോട്ടിൽ വെള്ളക്കെട്ടുണ്ടാകും. റോഡും കുറുകെയുള്ള കാനയും നിർമ്മിച്ചതിലെ അപാകതയും പ്രധാന പ്രശ്നമാണ്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വിട്ട് ഒരു 2 അടിയും കൂടി താഴ്ത്തിയിട്ട് വേണമായിരുന്നു ആ പാലം റെഡിമെയ്ഡായിട്ട് പണിത് വെച്ചിട്ടുള്ള സ്ലാബുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്.
അന്ന് ഒരു ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നൊരൊറ്റ നിർബന്ധ കാരണം അത് അടിയിലേക്ക് താഴ്ത്തി വന്നപ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു. ആ വെട്ടുകല്ലുമേ താഴ്ത്താതെ അതിൻ്റെ മുകളിൽ വെച്ച് സൂത്രത്തിക്കൂടെ പണിതുകൊണ്ടാണ് അവിടെ അത്രയും ഉയർന്നു വന്നത്. നിരവധി അപകടങ്ങളും മരണവും നടന്നിട്ടും അധികൃതർ വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. റോഡ് ഈ കർവ് അങ്ങോട്ട് തിരിയുമ്പോൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റോഡ് ഒരു സൈഡ് ഈ സൈഡ് പൊന്തിട്ട് അപ്പുറത്ത് താങ്ങാണ്ട് കിടക്കുന്നത്. ഇത് ആ സൈഡാണ് പൊന്തി കിടക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായുള്ളൊരു സംഗതിയാണ് നടന്നിട്ടുള്ളത്. ഇനിയും അപകടങ്ങൾ കാത്തുനിൽക്കാതെ ഈ അപകട വളവ് സുരക്ഷിത വളവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI-യിൽ പൊട്ടിത്തെറി. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റെന്ന് സിറ്റിംഗ് MLA CC മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPI നേതൃത്വം. നാട്ടിക സംവരണ മണ്ഡലത്തിൽ ഒന്നാം ഊഴത്തിൽ വൻ വിജയം നേടിയിട്ടും ഇത്തവണ CC മുകുന്ദനെ പരിഗണിക്കേണ്ടെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. മണ്ഡലത്തിലെ മുൻ പ്രതിനിധി ഗീതാ ഗോപിക്കാണ് ഇത്തവണ പാർട്ടി സീറ്റ് നൽകുന്നത്. പാർട്ടി സീറ്റ് തന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് CC മുകുന്ദൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു പേയ്മെന്റ് സീറ്റായി മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു അപകടസ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ പേയ്മെന്റ് സീറ്റ് പേയ്മെന്റ് ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്നലെ വരെ വലിയ സ്നേഹമാണ്. അതിപ്പോൾ ദിവസം ചെല്ലും തോറും കുറഞ്ഞു വരികയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ പലരും എൻ്റെ അടുത്ത് ഇടപെട്ട ജനങ്ങൾക്ക് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം നാട്ടികയിൽ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ വോട്ട് കിട്ടാനല്ല, ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക. പാർട്ടിയിൽ നിന്ന് മുറിവേറ്റു. തന്നേക്കാൾ പണം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് ഗീതാ ഗോപിക്കാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉയർത്തി. അതേസമയം CPI-യിലെ വിഭാഗീയതയാണ് മുകുന്ദന് അവസരം നഷ്ടമാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി CPI ജില്ലാ നേതൃത്വവുമായി അകൽച്ചയിലാണ് CC മുകുന്ദൻ. MLA എന്ന നിലയിൽ പാർട്ടി നിയോഗിച്ച സെക്രട്ടറി താനറിയാതെ ലെറ്റർ പാടുകളും ഒപ്പും ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയോടെയാണ് CC മുകുന്ദൻ പാർട്ടിക്ക് അനഭിമതനായി തീർന്നത്. അതിനിടെ മുകുന്ദനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് ചർച്ച നടത്തി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് ആശയവിനിമയം നടത്തിയത്. കളങ്കരഹിതമായ ജീവിതം നയിക്കുന്ന മുകുന്ദന് മണ്ഡലത്തിൽ നല്ല ജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. BJP നേതൃത്വവും മുകുന്ദനുമായി സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. CC മുകുന്ദന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കൺവെൻഷൻ നടത്തിയ UDF തന്നെയാണ് നയം വ്യക്തമാക്കേണ്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥികളെ സാധാരണയായി പ്രഖ്യാപിക്കാറ് UDF നേതൃത്വവും പാർട്ടി നേതൃത്വവുമാണ്. ഇങ്ങനെയൊരു പ്രഖ്യാപനം പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് UDF നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം അറിയേണ്ടത്. CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാവും MLA-യുമാണ്. ഈ നിജസ്ഥിതി തങ്ങൾ പരിശോധിക്കും. ഗീതാ ഗോപിയുടെ പൊതുപ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇതുവരെ ഗീതാ ഗോപിക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണവും വന്നിട്ടില്ലെന്നും KG ശിവാനന്ദൻ പറഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥികളെ സാധാരണ നിലയിൽ പ്രഖ്യാപിക്കാറുള്ളത് UDF നേതൃത്വവും അതിൻ്റെ പാർട്ടി നേതാക്കന്മാരുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാവാണ്, MLA ആണ്. സഖാവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDF നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. തീർച്ചയായും ഈ കാര്യങ്ങൾ, ഈ നിജസ്ഥിതി ഞങ്ങൾ പരിശോധിക്കും. ഗീതാ ഗോപിയുടെ പൊതുജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗമാണ് സഖാവ് ഗീതാ ഗോപി. പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു സഖാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പേയ്മെന്റ് സീറ്റാണ് എന്ന് എങ്ങനെയാണ് പറയുക? പിന്നിൽ നിന്ന് കുത്തുകയെന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ല. അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളിലല്ല പാർട്ടി നടപടിയെടുക്കുക. കാര്യങ്ങൾ പരിശോധിച്ച് നടപടി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കൂ. പാർട്ടി മണ്ഡലം സെക്രട്ടറിക്ക് ഒരു രാജിക്കത്തും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥാനാർത്ഥികളിൽ അദ്ദേഹത്തെ മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നതാണ് നയം, അല്ലാതെ ശിക്ഷിക്കുകയല്ലെന്നും KG ശിവാനന്ദൻ പറഞ്ഞു. CC മുകുന്ദൻ MLA-യുടേത് രാഷ്ട്രീയ പാപ്പരത്വം നിറഞ്ഞ നിലപാടാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തന്നെ സ്ഥാനാർത്ഥിയും MLA-യുമാക്കിയത് CPI-യും ഇടതുപക്ഷവുമാണെന്ന് അദ്ദേഹം മറന്നുപോയി. സ്വന്തം പാർട്ടിക്കും മുന്നണിക്കുമെതിരെ സംസാരിക്കുന്ന മുകുന്ദൻ എതിരാളികളുടെ കയ്യിലെ കളിപ്പാവയായി മാറി. നാട്ടിക നിയമസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആഴത്തിൽ വേരുകളുള്ള മണ്ഡലമാണ്. വലതുകൂടാരത്തിൽ അഭയം തേടാനുള്ള CC മുകുന്ദന്റെ നീക്കം ഒരു തരത്തിലും LDF-നെ ബാധിക്കില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ സ്വീകരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ നാട്ടികയിൽ നിന്ന് വിജയിക്കുമെന്നും ഗീതാ ഗോപി പറഞ്ഞു.
CC മുകുന്ദന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെല്ലുവിളിയല്ല. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടെ അതിനെ അതിജീവിക്കാൻ കഴിയും. CC മുകുന്ദൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്നും ഗീതാ ഗോപി പറഞ്ഞു. അതേസമയം CC മുകുന്ദന്റെ പാർട്ടിയിൽ നിന്നുള്ള രാജിപ്രഖ്യാപനം അറിഞ്ഞിട്ടില്ലെന്ന് CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാറും പ്രതികരിച്ചു. 10 വർഷം പാർട്ടി പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം ഇരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നാട്ടിക എന്നുള്ളത്. ആ ഒരു വികസന കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ പാർട്ടി 3ാം തവണയും നാട്ടികയിൽ ജനവിധി തേടാൻ നിശ്ചയിച്ചത്. ആ ഒരു തീരുമാനം നിശ്ചയം ഒരിക്കലും ഒരു അസ്ഥാനത്തുമല്ല, വൻ ഭൂരിപക്ഷത്തോടെ നാട്ടിയുടെ വികസനത്തിനൊരു പിന്തുടർച്ചയായിട്ട് വരാൻ തന്നെയായിരിക്കും ജനങ്ങൾ എന്നെ ജനവിധി തേടുക. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഞാനിരിക്കുന്നത്. തീർച്ചയായിട്ടും നാട്ടികയിലെ സീറ്റുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ MLA നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗുരുതരതരമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ ജീർണതയാണ് എടുത്തു കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ആരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നാട്ടിക MLA CC മുകുന്ദന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണ്. MLA കൂടിയായ ഗീതാ ഗോപിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ അത് പേയ്മെന്റ് സീറ്റാണെന്ന് കൂടിയാണ് പറഞ്ഞത്. ഇതൊക്കെ കാണിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ജീർണതയാണ്, ധാർമ്മികമായ മൂല്യങ്ങളുടെ ശോഷണമാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത്. ഇടതുപക്ഷം തകർന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. മുൻ MLA ആയ ഗീതാ ഗോപിക്കെതിരെ അവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പണം വാങ്ങിയാണ് സീറ്റ് നൽകുന്നതെന്ന ആരോപണം. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്കുണ്ട്. അത് അവർ നിർവഹിക്കാൻ തയ്യാറാകണം. BJPയുടെ ആശയങ്ങളുമായി ഒത്തുപോകാൻ തയ്യാറായി വന്നാൽ CC മുകുന്ദനെ പാർട്ടിയിലെടുക്കുമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. CC മുകുന്ദൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. എന്നാൽ അദ്ദേഹം BJP ജില്ലാ നേതൃത്വവുമായി ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം വരികയാണെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഇനിയും പ്രമുഖരായ വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനങ്ങൾ ജനങ്ങൾ അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറെ സ്വാധീനം NDAക്ക് വരുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CC മുകുന്ദൻ MLAയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളുമായും ആദർശങ്ങളുമായും ഒത്തുപോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് യാതൊരു വ്യത്യാസങ്ങളും പാർട്ടി സ്വീകരിക്കും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. ചേലക്കരയിൽ ക്വാറിയിൽ കരിങ്കൽ പൊട്ടിക്കുന്ന സ്ഫോടനത്തിൽ സമീപത്തെ വീട് തകർന്നു. വെങ്ങാനല്ലൂർ ഉഴുന്നുംപറമ്പ് പ്രദേശത്തെ തെക്കത്ത് പറമ്പിൽ പത്മാവതിയുടെ വീടിന്റെ മേൽക്കൂരിയാണ് പൂർണ്ണമായും തകർന്നത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ക്വാറിയിൽ നിന്നും കരിങ്കൽ ചൂളുകൾ സമീപത്തെ വീടുകളിലേക്ക് പതിക്കുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. ജനവാസ മേഖലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ക്വാറി എത്രയും വേഗം അടച്ചുപൂട്ടണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി നേതാക്കളായ ഗോപി ചക്കുന്നത്ത്, വിനോദ് പന്തലാടി, ഗീതാ ഉണ്ണികൃഷ്ണൻ, ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു.
ദേശീയപാതയിലെ ചിറങ്ങര മുരിങ്ങൂർ അടിപ്പാതകളുടെ നിർമ്മാണം മാർച്ച് 31-നകം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. NHIA ഉദ്യോഗസ്ഥർക്കാണ് ഈ കർശന നിർദ്ദേശം കളക്ടർ നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 2ാം വാരത്തിൽ പൂർത്തിയാക്കുമെന്ന പ്രോജക്ട് ഡയറക്ടറുടെ ഉറപ്പ് ജില്ലാ കളക്ടർ തള്ളി. അടിപ്പാത പാർശ്വഭിത്തികളുടെ സ്ലാബ് ഇടിഞ്ഞു വീണാൽ ഇനി മുതൽ ക്രിമിനൽ കേസെടുക്കുമെന്ന് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി. ചുമതലയേറ്റ ശേഷം ചാലക്കുടി മേഖലയിലെ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു കളക്ടർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ചാലക്കുടി പുഴമ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മതിയെന്ന് സ്ഥലത്തെത്തിയ സനീഷ് കുമാർ ജോസഫ് MLA നിർദ്ദേശിച്ചു. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം ഈ മാസം 31-നകം ഇരു എടപ്പാതകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കളക്ടർക്ക് ഉറപ്പു നൽകി. തൃശൂർ കോർപ്പറേഷൻ ഭരണത്തിലെ പവർ ബ്രോക്കർമാർക്ക് താക്കീതുമായി ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. ഉദ്യോഗസ്ഥരും ഏജന്റുമാരും തമ്മിലുള്ള അവിശുദ്ധ ഇടപാടുകൾ ഇനി കോർപ്പറേഷനിൽ അനുവദിക്കില്ലെന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കി. പ്ലാൻ ഫണ്ട് വിനിയോഗം മുരടിച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയത് പ്രതിഷേധത്തിനിടയാക്കി. 75 കോടി രൂപയുടെ ഫണ്ട് ഭരണസമിതി തുലച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആരോപിച്ചെങ്കിലും കണക്കുകൾ നിരത്തി ഡെപ്യൂട്ടി മേയർ ഇതിനെ പ്രതിരോധിച്ചു. മേയറുടെ ഓഫീസ് പ്രവർത്തനങ്ങൾക്കായി ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയെ നിയമിച്ചത് പുതിയ വിവാദത്തിന് തിരികൊളുത്തി. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് KSUവിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ ഏജൻസിയെ ചുമതലപ്പെടുത്തിയതിനെ പ്രതിപക്ഷ നേതാവ് TR ഹിരണും BJP പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോനും കുറ്റപ്പെടുത്തി. ഇരിങ്ങാലക്കുട സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി പ്രാദേശിക നേതൃത്വം രംഗത്ത്. 1987-ലാണ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ അവസാനമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മാത്രം ജയിച്ച പാർട്ടിയുടെ നേതാവിനെ ഇനിയും മണ്ഡലത്തിൽ മത്സരിപ്പിക്കരുതെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, DCC സെക്രട്ടറി TV ചാർലി, ഇരിങ്ങാലക്കുട നഗരസഭ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് VC വർഗീസ്, ട്രഷറർ ജോസഫ് ചാക്കോ, ബ്ലോക്ക് സെക്രട്ടറി MR ഷാജു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീൻപിടുത്തത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവ് അറസ്റ്റിലായി. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 6 കിലോ 830 ഗ്രാം കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ചെടുത്തു. മീൻപിടുത്തക്കാരൻ എന്ന വ്യാജേന ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ചാണ് ആവശ്യക്കാർക്ക് കഞ്ചാവ് കൈമാറിയിരുന്നത്. മൺമറഞ്ഞ വിഖ്യാത ചിത്രകാരി TK പത്മിനിക്കായി എടപ്പാൾ കാടഞ്ചേരിയിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. ലളിതകല അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത്, സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള, എഴുത്തുകാരൻ P. സുധാകരൻ, പത്മിനി ട്രസ്റ്റ് സെക്രട്ടറി ഉത്തമൻ കാടഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മനോഹരമായ പ്രശസ്ത വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരസഭയിലെ സംരംഭകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പുഷ്പ ജോൺ, ആർഷ ബൈജു, വ്യവസായ വികസന ഓഫീസർ P. സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ വനിതാ പഞ്ചവാദ്യം അരങ്ങേറി. 75 സ്ത്രീകൾ അണിനിരുന്ന സംഘമാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. 10 വയസ്സ് മുതൽ 74 വരെ പ്രായമുള്ള സ്ത്രീകൾ പങ്കെടുത്തു. അരങ്ങേറ്റത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സ് അന്വേഷി പ്രസിഡന്റ് K. അജിത ഉദ്ഘാടനം ചെയ്തു. മേളകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷനായി. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA മാരായ KT ജലീൽ, P. നന്ദകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം ശ്രദ്ധേയമാകുന്നു. വീട്ടുമുറ്റത്ത് അവതരിപ്പിക്കുന്നതാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത. അത് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ കെട്ടിയമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീടും തൊടിയും വേദിയാക്കുന്ന അവതരണത്തിലൂടെ അയൽപ്പക്കത്ത് നടക്കുന്ന വിശേഷങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലാണ് നാടകം ഒരുക്കിയിരിക്കുന്നത്.
അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ അവതരിപ്പിച്ച നാടകം സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട്. യുവാക്കളിൽ പടർന്നു കയറുന്ന ലഹരിയുടെ ഭീകരതയും അടയാളപ്പെടുത്തുന്നു. വീട്ടരങ്ങ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ദൃശ്യമാധ്യമ പ്രവർത്തകനായ പ്രദീപ് നാരായണനാണ്. മീനാരാജ് രാഘവനും രജനി മുരളിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലി നാടക സംഘത്തിന് നേതൃത്വം നൽകുന്നു. 78 വയസ്സുള്ള മേരി ജേക്കബ് കോട്ടപ്പടിയും ഡിഗ്രി വിദ്യാർത്ഥി ഗൗതം കൃഷ്ണയുമടക്കം ഗ്രാമീണരായ 20ഓളം നാടക കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നുണ്ട്. TCV എരുമപ്പെട്ടി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് അനുവദിച്ച KSRTC ഓർഡിനറി ബസ് സർവീസ് ആരംഭിച്ചു. UR പ്രദീപ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വടക്കഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് എളനാട്, കിള്ളിമംഗലം, ചെറുതുരുത്തി, ഷൊർണൂർ, ആറങ്ങോട്ടുകര, കോതച്ചിറ, അക്കിക്കാവ്, കുന്നംകുളം വഴി ഗുരുവായൂരിൽ എത്തിച്ചേരും. പുലർച്ചെ 5:25 ആരംഭിക്കുന്ന സർവീസ് രാത്രി 8:45 വടക്കഞ്ചേരിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പഞ്ചവാദ്യത്തിന്റെ നാദത്തിമിർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ ശർക്കര, പഴം, അവിൽ, മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കുമൊരുക്കി ഭക്തർ വരവേറ്റു. പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ആറാട്ട് കടവിലെത്തി. തന്ത്രിയും ഒതുക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ടും അഭിഷേകം നടത്തി. തന്ത്രി, മേൽശാന്തി, ഒതുക്കന്മാർ എന്നിവർ ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്തു. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ആറാട്ട് കുളിച്ചു. ആറാട്ട് സദ്യയോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് സമാപിച്ചു. സമാപന പ്രസാദ ഊട്ടിൽ 4 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേരും പങ്കുകൊണ്ടു. ഉത്സവത്തിന്റെ അവസാന 2 ദിവസങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്കും ദേവസ്വം ജീവനക്കാർക്കും വിരമിച്ചവർക്കും മാത്രമാണ് പകർച്ച നൽകിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ VA അബ്ദുൽ കരീം അധ്യക്ഷനായി. കൺവീനർ PK നൌഷാദ്, KK രവി നമ്പൂതിരി, PD ജോസ്, NS വിജയൻ, ആൽബിൻ പ്ലാക്കൽ, ഡേവിസ് പാറേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ ബാധിതരായവർക്കും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും തൃശൂർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ചികിത്സാ ധനസഹായം നൽകി. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭന പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഇളവരശി, ശ്രീപ്രിയ, ശാലിനി ശ്രീശങ്കർ, ഡിവിഷൻ കൗൺസിലർ രശ്മി ഉണ്ണികൃഷ്ണൻ, പുത്തൂർ പഞ്ചായത്ത് അംഗം ഡെന്നി കണ്ടനാടൻ, ശശി പോട്ടയിൽ, സന്ദീപ് സഹദേവൻ എന്നിവർ സംസാരിച്ചു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവണിശ്ശേരി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി R രമേശൻ, VK ആന്റണി, AG മാധവൻ, PN സുനിൽകുമാർ, VI ജോൺസൺ, വിനയ സച്ചിൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവിനെ തൃശൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ലോകമരേശ്വരം വയലാർ സ്വദേശി പെട്ടിക്കാട്ടിൽ പരേതനായ ശശിധരന്റെ മകൻ 30 വയസ്സുള്ള വിതുൻ കൃഷ്ണയാണ് മരിച്ചത്. ഞായറാഴ്ച ഡയാലിസിസിനായി സഹോദരനുമൊത്ത് തൃശൂരിലേക്ക് പോയതായിരുന്നു വിതുൻ. രാത്രിയിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഇയാൾ വീണുകിടക്കുന്നു കണ്ട് നാട്ടുകാർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു.
കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, PM മുഹസിൻ, ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ അംഗവും കേരള വിഷൻ റിപ്പോർട്ടറുമായ ഷാജു കാരമുക്ക്, വേൾഡ് കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരായ ഗീത അജിതൻ, ഷൈജ രാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റംസാൻ നോമ്പ് അവസാന 10ലേക്ക് കടക്കുന്നതോടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകി തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ പശ്ചിമബംഗാൾ സ്വദേശികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നോമ്പുകാലത്ത് തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ വിപുലമായ രീതിയിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് പതിവാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ബംഗാളികൾ തന്നെ പ്രത്യേകമായി സംഘടിപ്പിച്ച നോമ്പുതുറയിൽ 2000-ഓളം ബംഗാളികളാണ് പങ്കാളികളായത്. ബംഗാളികളുടെ തനത് വിഭവങ്ങളാണ് നോമ്പുതുറയ്ക്കായി ഒരുക്കിയിരുന്നത്. ഇതിനായി ബംഗാളിൽ നിന്ന് വിമാനമാർഗം പാചകക്കാരനെയും എത്തിച്ചിരുന്നു. നമ്മുടെ ബംഗാൾ സഹോദരങ്ങളിലെ അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവരുടെ വകയാണ് നോമ്പുതുറ വെച്ചേക്കുന്നത്. ഒരു 12,000 മേലെ ആൾക്കാർ അവരുണ്ടാവും. അവർ ബംഗാൾ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ വിളമ്പുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ കൽക്കട്ടയിൽ നിന്ന് കുക്കിന് എയറിൽ പ്ലെയിൻ വന്നേക്കുന്നത്. അതിനു വേണ്ടി 2000 പേര് ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാം നല്ല നിലയിൽ പോകുന്നുണ്ട്. ഒരു 3 കൊല്ലമായിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ ഈ നോമ്പ് നടത്തുന്നുണ്ട്. ബീഫും കിഴങ്ങുമൊക്കെ ചേർത്തുള്ള കൊൽക്കത്ത ദം ബിരിയാണിയാണ് തയ്യാറാക്കിയത്. ചെറുകടികളും പഴവർഗ്ഗങ്ങളും കഞ്ഞിയും നോമ്പുതുറയ്ക്കായി ഒരുക്കിയിരുന്നു. ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് പള്ളിയിൽ ഞായറാഴ്ചത്തെ നോമ്പുതുറയുടെ ചെലവുകളെല്ലാം ബംഗാളി സുഹൃത്തുക്കൾ ചേർന്ന് പങ്കിട്ടെടുത്താണ് നിർവഹിച്ചത്. ഇത് 3ാം വർഷമാണ് ബംഗാളികൾക്കായി ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. हम लोग सब बंगाली मिलके कलकत्ता का बंगाली है, आसाम है, हिंदी वाला सब आदमी मिलके, मुस्लिम वाले मिलके सब एक प्रोग्राम बनाया इफ्तार के लिए. सबसे पैसा उठा के हम लोग इकट्ठा करके सब बंगाली मिलके एक इफ्तार का प्रोग्राम, प्लस हम कलकत्ता से हमारा बंगाली कुकिंग लेकर आया, वहाँ से दम बिरयानी बनाया सबके लिए. एक 2000 आदमी के लिए बंगाली बिरयानी भी बनाया. പതിറ്റാണ്ടുകളായി തൃശൂരിൽ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഹ്റൂഫ് അലി, സബീർ അലി, ജാവേദ്, SK നസീർ, ഫാറൂഖ് എന്നിവരാണ് സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയത്. TCV തൃശൂർ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് C രമാദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PS ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു. പ്രസന്ന ബാലൻ, ശോഭ ജയശങ്കർ, രാധാമണി ഉണ്ണികൃഷ്ണൻ, KV ആരഭി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത CLC-യുടെയും വേലൂർ ഫൊറോന CLC-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ നീത ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രജോ വാഴപ്പള്ളി, ഫാദർ സെബി വെളിയൻ, സിസ്റ്റർ കീർത്തന തുടങ്ങിയവർ സംസാരിച്ചു. രാഗം വോയിസ് ഓഫ് വെള്ളറക്കാടിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, വെള്ളറക്കാട് ഫാറൂഖ് ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി അസാദി എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. രാഗം വോയിസ് ഓഫ് വെള്ളറക്കാട് പ്രസിഡന്റ് ടിജൻ തോമസ് അധ്യക്ഷനായി. സെക്രട്ടറി പിൻഡോ പോൾ, CK സഞ്ജു എന്നിവർ നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്വയം രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ അനു ജോസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയി, VV ജിജി, TK സിന്ധു, ഷാജമോൾ, രശ്മി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലൊരുക്കിയ സയൻസ് പാർക്ക് തുറന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുബിത നിസാഫ് മുഖ്യാതിഥിയായിരുന്നു. പ്രൈമറി തലം മുതൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വരെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സയൻസ് പാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിലുള്ള പരീക്ഷണശാലകൾ, ശാസ്ത്ര മ്യൂസിയം, പ്ലാനറ്റോറിയം തുടങ്ങിയവ സയൻസ് പാർക്കിലുണ്ടാകും. ഞങ്ങളിവിടെ കളിച്ചു നടത്തുന്ന ഒരു മാറ്റത്തിന്റെ
ഇടക്കാലത്ത് തുടക്കം മാത്രമാണ്. ഒരുപാട് നമ്മുടെ ഈ അന്നത്തെ ശ്രീജിത്ത് മാഷ് വളരെ പുതുക്കാട് MLA പ്രതീകാത്മകമായി കുറ്റവിചാരണ ചെയ്ത് ബി ജെ പി പുതുക്കാട് നിയോജക മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ KK രാമചന്ദ്രൻ MLA പ്രതീകാത്മകമായി കുറ്റവിചാരണ ചെയ്തു. പുതുക്കാട് സെൻട്രലിൽ നടന്ന പരിപാടി BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. PK ബാബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, എറണാകുളം മേഖലാ ട്രഷറർ VV രാജേഷ്, അഡ്വക്കേറ്റ് PG ജയൻ, AG രാജേഷ്, A ഉണ്ണികൃഷ്ണൻ, റിസൻ ചെവിടൻ തുടങ്ങിയവർ സംസാരിച്ചു. തീർത്ഥാടനത്തിന്റെ ഭാഗമായി സേലത്ത് നിന്നുള്ള 19 പേരടങ്ങുന്ന ഭക്തസംഘം ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തി. എല്ലാ വർഷവും ആറാട്ടുപുഴ പൂരത്തിനു മുൻപ് ഇവർ എത്താറുണ്ട്. ക്ഷേത്രവും അനുബന്ധ സാധന സാമഗ്രികളും വൃത്തിയാക്കി ദേവന് സമർപ്പിക്കുന്നതാണ് ഇവരുടെ തീർത്ഥാടന ലക്ഷ്യം. 2 ദിവസം ഇവർ സേവനം നടത്തും. 43 ലക്ഷം രൂപ ചെലവഴിച്ച് മണലൂർ പഞ്ചായത്തിലെ പൊതുകുളമായ കണ്ണിക്കുളം നവീകരിക്കുന്നു. 25 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളമാണ് നവീകരിക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കുളത്തിന് ചുറ്റും സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ച് നടപ്പാതയൊരുക്കും. കുളം നവീകരണം പൂർത്തിയാകുന്നതോടെ സമീപത്തെ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. മുണ്ടൂർ സെൻട്രലിൽ മിനി ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാർ മതിലിലിടിച്ച് വയോധികയ്ക്കും ദാരുണാന്ത്യം. നാട്ടികയിൽ ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIയിൽ പൊട്ടിത്തെറി. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റെന്ന് സിറ്റിംഗ് MLA CC മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. മുകുന്ദന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെല്ലുവിളിയാകില്ലെന്ന് ഗീതാ ഗോപി. CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPI നേതൃത്വം. ചേലക്കരയിൽ ക്വാറിയിൽ കരിങ്കൽ പൊട്ടിക്കുന്ന സ്ഫോടനത്തിൽ വീട് തകർന്നതായി പരാതി. വെങ്ങാനല്ലൂർ സ്വദേശിനി പത്മാവതിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ദേശീയപാതയിലെ ചിറങ്ങര മുരിങ്ങൂർ അടിപ്പാതകളുടെ നിർമ്മാണം ഈ മാസം 31-നകം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ കർശന നിർദ്ദേശം. ഏപ്രിൽ 2ാം വാരത്തിൽ പൂർത്തിയാക്കാമെന്ന പ്രോജക്ട് ഡയറക്ടറുടെ ഉറപ്പ് ജില്ലാ കളക്ടർ തള്ളി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.